വാഴ്ക വയ്യകം, വാഴ്ക വയ്യകം, വാഴ്ക വളമുടൻ. വേദാദ്രി മഹർഷിയുടെ ജീവചരിത്രം. എൻ്റെ ആത്മചരിത്രം. അധ്യായം 11. എനിക്ക് ചെറുപ്രായത്തിലുണ്ടായ ചോദ്യങ്ങൾ 3 അവ ആദ്യമായി ഈശ്വരനെക്കുറിച്ചാണ്. ഈശ്വരൻ ആരാണ്? എവിടെ, എങ്ങനെയൊക്കെയാണ് അദ്ദേഹമുള്ളത്? അദ്ദേഹത്തിനെ കാണുന്നത് എങ്ങനെയാണ്? രണ്ടാമത്തെ ചോദ്യം ജീവനെക്കുറിച്ചുള്ളതാണ്. ജീവൻ എന്നാൽ എന്താണ്? എവിടെയാണ് നിലകൊള്ളുന്നത്? എങ്ങനെയാണ് വന്നത്? ജനനത്തിന് മുമ്പും ഈ ജനനത്തിന് ശേഷവും ജീവന്റെ അവസ്ഥ എന്താണ്? മൂന്നാമത്തേത് ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. അത് പ്രകൃതിദത്തമാണോ, നിർമ്മിതമാണോ? അതില്ലാതാക്കാൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ അത് എപ്രകാരം? ഈ 3 ചോദ്യങ്ങൾക്കും എൻ്റെ 35 വയസ്സിനുള്ളിൽ ഞാൻ ഉത്തരങ്ങൾ കണ്ടെത്തി. കാഴ്ചയിൽ പ്രകടമായ ഏതു വസ്തുവിലും സൂക്ഷ്മശക്തിയായി നിലകൊള്ളുന്ന ഒന്നാണ് ഈശ്വരൻ. അതിൻ്റെ സൂക്ഷ്മമായ കാന്തിക ശക്തിയാണ് വിണ്ണ് എന്നറിയപ്പെടുന്ന ആകാശം. ആകാശത്തിൻ്റെ സമ്മർദ്ദാവസ്ഥയുടെ മറ്റ് വ്യത്യസ്ത രൂപങ്ങളാണ് വായു, അഗ്നി, ജലം, പൃഥ്വി എന്നീ 4 ഭൂതങ്ങൾ. ശരീരമുള്ള ജീവികളിലെല്ലാം ആകാശമെന്ന സൂക്ഷ്മശക്തി തന്നെയാണ് ജീവനായി നിലകൊള്ളുന്നത്. ജീവൻ തന്നെ ഇന്ദ്രിയങ്ങൾ മൂലം അത് കൂടുതലും ശ്രേഷ്ഠമായ അവസ്ഥയിൽ അറിവായി പ്രതിഫലിക്കുന്നു. മനുഷ്യൻ പ്രകൃതി വിഭവങ്ങളെ തൻ്റെ അധ്വാനത്തിലാലും ബുദ്ധിശക്തിയാലും വേണ്ട മാറ്റങ്ങൾ വരുത്തി താൻ ജീവിക്കാൻ പഠിച്ചു. പ്രകൃതിഘടനയും അധ്വാനത്തിൻ്റെ മഹത്വവും മനസ്സിലാക്കാതെ കടമ നിർവഹിക്കാത്തവർക്ക് അതുതന്നെ ദാരിദ്ര്യമായി മാറുന്നു. ജീവനില, അറിവ്, അധ്വാനത്തിൻ്റെ മഹത്വം ഇവകൾ മനസ്സിലാക്കി മനുഷ്യൻ ജീവിച്ചാൽ സന്തോഷത്തോടും സമാധാനത്തോടും എല്ലാവർക്കും ജീവിക്കാം. ചിലർക്ക് അറിഞ്ഞ കടമയോടും പലരും അറിയാതെ വിരുദ്ധമായും ജീവിക്കുന്നതിനാലാണ് ലോകത്തിലുള്ള ദാരിദ്ര്യത്തിനും ദുഃഖങ്ങളെല്ലാത്തിനും കാരണം. എല്ലാവത്തിലും മഹത്തായ സൂക്ഷ്മശക്തി തന്നെ ജീവനായും അറിവായും മലർന്നു നിലകൊള്ളുന്നുവെങ്കിലും മനുഷ്യൻ ഇന്ദ്രിയമയക്കത്താൽ തൻ്റെ ശക്തിയെ നിയന്ത്രിച്ചുകൊണ്ട് അബോധാവസ്ഥയിൽ പ്രവർത്തിക്കുന്നതിനാൽ കുറ്റങ്ങൾ വർദ്ധിച്ചു വരുന്നു. ചിന്താശക്തിയുള്ള മനുഷ്യരെല്ലാവരും ഈ സത്യം മനസ്സിലാക്കി താൻ, കുടുംബം, സമൂഹം, നാട്, ലോകം തുടങ്ങിയ 5 ഉത്തരവാദിത്തങ്ങളിൽ ശരിയായി പിന്തുടർന്നാൽ വ്യക്തിജീവിതവും സമൂഹ ജീവിതവും സന്തോഷകരമായിരിക്കും. മനുഷ്യ സമൂഹം എന്ന സംഗമത്തിൽ നിന്നും വേർപിരിയാൻ സാധിക്കാത്ത തരത്തിലുള്ള ബന്ധമുള്ള ഓരോരോ വ്യക്തികളും എല്ലാവർക്കും അനുയോജ്യമായ തരത്തിലും സഹായിയുമായി ജീവിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അയാൾ കാരണം മറ്റുള്ളവർക്ക് അവകാശ നിഷേധവും ദുഃഖവും മാത്രമായിരിക്കും ഫലം. മയക്കനിലയിലുള്ളവരും മറ്റുള്ളവരോട് തനിക്കോ മറ്റുള്ളവർക്കോ അറിവിനോ ശാരീരികാനുഭവങ്ങൾക്കോ ദോഷം വരുത്താത്ത രീതിയിൽ മനുഷ്യരെല്ലാവരും സഹവർത്തിയോടുകൂടി ചേർന്ന് ജീവിക്കേണ്ടതാണ്. അപ്പോഴാണ് മനുഷ്യകുല ജീവിതത്തിൽ ശാന്തി ഉണ്ടാവുകയുള്ളൂ എന്ന് ആത്മജ്ഞാനം നേടിയവർ മനസ്സിലാക്കിയിരുന്നു. അവർ പകർന്നു നൽകിയ ജീവിത മാനദണ്ഡമാണ് മതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ അടിസ്ഥാന തത്വങ്ങൾ പാലിക്കാത്തവരെ തിരുത്തുവാനും ശിക്ഷിക്കുവാനും വേണ്ട അച്ചടക്ക രീതികൾ ജ്ഞാനം നേടിയവരെ കൊണ്ട് മാത്രമേ നിയമ ഉത്തരവുകളായും അവയുടെ തിരുത്തലുകളായും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും മതങ്ങളും ഭരണവും മനുഷ്യകുല ജീവിതത്തിൽ സമാധാനം കാണുന്നതിൽ ഇന്നുവരെ വിജയിച്ചിട്ടില്ല. കാരണം ദൈവസ്ഥാനം, ജീവസ്ഥാനം, ജീവിത സമൃദ്ധി സംരക്ഷിക്കുന്ന സമ്പദ്വ്യവസ്ഥ അറിയുന്നവർ ആരും തന്നെ ഇതുവരെ മതത്തിൻ്റെയും ഭരണത്തിൻ്റെയും നിർവഹണം ഏറ്റെടുത്തിട്ടില്ല. ഈ വക സത്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി വ്യക്തമായ വിവരണം എങ്ങനെയാവണം? ഈ ചോദ്യം എൻ്റെ മനസ്സിലുടലെടുത്തു. ലോകം, മനുഷ്യ സമൂഹം ഓരോ വ്യക്തികളെയും ജനിപ്പിക്കുന്നു. ശാരീരികാരോഗ്യം, ജ്ഞാനം, സാമ്പത്തികം, സ്വാധീനം ഇവകളിൽ ഓരോരുത്തരും ഓരോരോ വ്യത്യസ്ത അളവുകളിൽ ഉയർത്തുന്നു. സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന ഈ വക 4 ഊർജങ്ങൾ കൊണ്ട് മനുഷ്യന് സമൂഹത്തിൽ സേവനം ചെയ്യേണ്ടതാണ്. ജനിക്കുമ്പോൾ ഒരു വ്യക്തിയും ഒന്നും ഇവിടേക്ക് കൊണ്ടുവരുന്നില്ല. അതുപോലെ അവൻ മരിക്കുമ്പോൾ ഇവിടെ നിന്നും ഒന്നും കൊണ്ടുപോകുന്നുമില്ല. എങ്കിലും മരണത്തിലേക്ക് വേണ്ടി എല്ലാവരും ജനിക്കുന്നു. ജനനം മുതൽ മരണം വരെയുള്ള കാലമാണ് ജീവിതമായി ഭവിക്കുന്നത്. ഓരോ മനുഷ്യനും നേടിയിരിക്കുന്ന ഊർജം സമൂഹത്തിൻ്റെയാണ്. സമൂഹത്തിൽ നിന്നാണ് ഈ ഊർജമെല്ലാം നേടിയിരിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കിയാൽ ഓരോരുത്തരും ഈ സമൂഹത്തിന് കടമപ്പെട്ടിട്ടുള്ളവരാണ്. ആ കടം ശരീരം, അറിവ്, അധ്വാനം മൂലം സമൂഹത്തിന് തിരിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. സമൂഹം വ്യക്തികളെ സൃഷ്ടിക്കുന്നു, സംരക്ഷിക്കുന്നു, ആവശ്യമായ എല്ലാ ശക്തികളും നൽകുന്നു. വ്യക്തി അവൻ നേടിയ ശക്തികൾ മൂലം സമൂഹത്തിന് കൊടുക്കേണ്ട കടം, അതിനു വേണ്ടി അവൻ തൻ്റെ കഴിവുകളെ അർപ്പണ മനോഭാവത്തോടുകൂടി സേവനം ചെയ്ത് തിരിച്ച് സമൂഹത്തിന് തിരിച്ചു നൽകേണ്ടതാണ്. ഈ ഉണർവാണ് നിഷ്കാമ്യ കർമ്മം, പ്രതിഫലം പ്രതീക്ഷിക്കാത്ത പ്രവൃത്തി എന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഇത്ര ഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്താൽ അത് കാമ്യകർമ്മമാകും. ഇത് മയക്കനിലയിൽ ഏർപ്പെടുന്ന തെറ്റായ കണക്കൂട്ടലാണ്.
ജനനം മുതൽ മരണം വരെ എല്ലാവരെയും സമൂഹം സംരക്ഷിക്കുന്നു. ആ സമൂഹത്തിനു വേണ്ടി തൻ്റെ ശക്തികൾ മുഴുവനും അർപ്പിക്കുന്നതല്ലേ നിയതി. ആ മഹാചിന്തയിൽ പ്രവർത്തിക്കുന്നതാണ് സേവനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവകളെ പിന്തുടരുന്നവരാണ് സേവകന്മാർ, സന്യാസികൾ. ഈ സേവനം കുടുംബം എന്ന ചെറിയ ചുറ്റുവട്ടത്തിനുള്ളിൽ ഒതുക്കി തൻ്റെ ശക്തികളെയെല്ലാം ഉപയോഗിക്കുമ്പോൾ അത് കുടുംബജീവിതം എന്നതാകുന്നു. കുടുംബസ്ഥൻ എന്നാൽ ബന്ധനസ്ഥനെന്നും സന്യാസി എന്നാൽ ബന്ധങ്ങളില്ലാത്തവൻ എന്നുമല്ല അർത്ഥം. തൻ്റെ സേവനത്തിന് പറ്റിയ ബന്ധം ചില ചുറ്റുവട്ടങ്ങൾ ചേർന്നതാണോ അല്ലെങ്കിൽ മനുഷ്യ സമൂഹമെന്ന മഹാവിസ്തൃതിയെ ചേർന്നതാണോ എന്നതിനെ കുറിക്കുന്നതാണ് കുടുംബം, സന്യാസം എന്ന വ്യത്യസ്ത പദങ്ങൾ. എൻ്റെ ജ്ഞാനം, സമ്പത്ത്, സ്വാധീനം, ശാരീരികാരോഗ്യം ഇവകൾക്ക് ചേർന്ന തരത്തിൽ ഞാൻ എൻ്റെ ജീവിത രീതികളെ ചിട്ടപ്പെടുത്തി. കുടുംബവും സന്യാസവും ചേർന്ന സൽക്കർമ്മമാണ് എനിക്കും ഭാവി ലോകത്തിനും നല്ലതെന്ന് ഞാൻ തീരുമാനിച്ചു. ആ തീരുമാനം വിവരിക്കുന്ന കവിതയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ ജനനം, എൻ്റെ മരണം രണ്ടിനെയും ഞാൻ അറിയും. എങ്കിലും ഈ രണ്ട് സംഭവം എൻ്റെ മനസ്സിൽ കൊണ്ട് പൊന്മുതലായി എല്ലാത്തിനെയും നേടുന്നു. ഞാൻ അവകളെ വാഴ്വിൽ സാധാരണ പൊതുനന്മ കരുതി നന്മ എന്നും വഴികളിൽ വച്ച് ചിലവാക്കി നല്ല സമയം ഭവിക്കുമെങ്കിൽ എല്ലാം ഞാൻ സമർപ്പിക്കും. ഇൻമുഖവും സന്തോഷവുമാണ് എൻ്റെ സമ്പത്ത്. വീടോ ഏക വെളിയെന്ന് കരുതി ഞാൻ സന്യാസം കൊണ്ടു. എനിക്ക് ലുങ്ക് വ്യാപാരത്തിൽ നല്ല വരുമാനം ലഭിക്കാൻ തുടങ്ങിയിരുന്നു. നാൾക്കുനാൾ വ്യാപാരം കൂടിക്കൊണ്ടേ വന്നിരുന്നു. ഈ അവസ്ഥയിൽ പോസ്റ്റൽ ഓഡിറ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നത് എനിക്ക് സാധ്യമല്ലാതായി. വിസമ്മതം പ്രകടിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. 18/1/1946 ഓഫീസിലൊരു സംഭവം നടന്നു. പണമിടപാട് നടത്തുന്നയാൾ അന്ന് അവധിയെടുത്തു പോയി. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ നിയമിച്ചു. അദ്ദേഹം നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉടൻ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. യു മസ്റ്റ് ഒബേ മൈ ഓർഡേഴ്സ് എന്ന് ആംഗ്ലത്തിൽ ഉറക്കെ പറഞ്ഞു. ഞാൻ പറയുന്നതനുസരിച്ചാണ് ജോലി ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ പേന മേശപ്പുറത്ത് വച്ച ശേഷം അദ്ദേഹത്തെ നോക്കി. താങ്കൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു. വീണ്ടും യു മസ്റ്റ് ഒബേ മൈ ഓർഡർ എന്ന് അദ്ദേഹം പറഞ്ഞു. തെറ്റാണെങ്കിലോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് നീ ചെയ്യണം, അതിന് ഞാനല്ല ഉത്തരവാദി എന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ ഒരു കത്തെടുത്ത് ടു ദ ഡിസ്ട്രിക്ട് അക്കൗണ്ടന്റ് ജനറൽ, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്സ്, മദ്രാസ്. സർ, ഞാൻ അങ്ങയുടെ കാര്യാലയത്തിൽ 23 വർഷങ്ങളായി ജോലി ചെയ്തു വരുന്നു. ഞാനായി തന്നെ എൻ്റെ ഈ ജോലി വേണ്ടെന്ന് വെച്ച് അറിവിൻ സ്വാതന്ത്ര്യത്തിനെ ഞാൻ അടയുവാൻ തീരുമാനിച്ചു. ആയതിനാൽ ഈ ക്ഷണം മുതൽ ഞാൻ ഈ കാര്യാലയത്തിൽ ജോലി നോക്കി വരുന്ന ഉദ്യോഗം വളരെ സന്തോഷത്തോടെ രാജിവെക്കുന്നു. വിശ്വസ്തയോടെ എന്നെഴുതി കയ്യൊപ്പിട്ട് റെക്കോർഡ് സൂപ്പർവൈസറിൻ്റെ അടുത്ത് ഞാൻ നൽകി. അദ്ദേഹം എന്നെ നോക്കി. എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗം രാജിവെക്കുന്നത്? എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയൂ, ഞാൻ തീർത്തു വയ്ക്കാം എന്നൊക്കെ വളരെ സ്നേഹത്തോടു കൂടി എന്നോട് ചോദിച്ചു. ഞാൻ ലുങ്ക് വ്യാപാരം ചെയ്യാൻ പോകുന്നു. ഈ സ്ഥാപനത്തിൽ എനിക്ക് സേവനം ചെയ്യാൻ കഴിയുകയില്ല. ആയതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. ദയവ് ചെയ്ത് ഈ ഓഫീസ് മേലധികാരിക്ക് താങ്കൾ അയക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വളരെ ദുഃഖത്തോടെ എൻ്റെ കത്ത് ഓഫീസർക്ക് അയച്ചു. എനിക്ക് നേരിട്ട് ഓഫീസറെ പരിചയമുണ്ടായിരുന്നു. എൻ്റെ രാജിക്കത്ത് അദ്ദേഹത്തിന് ഒരു ആഘാതമായിരുന്നു. ഉടനെ അദ്ദേഹം എന്നെ വിളിച്ചു വരുത്തി. ഓഫീസറിൻ്റെ മുറിക്കുള്ളിൽ ഞാൻ പ്രവേശിച്ചു. എന്താണ് വേദാതിരി, നിന്റെ മനസ്സിന് എന്താണ് പ്രശ്നം എന്ന് അദ്ദേഹം ചോദിച്ചു. സാർ, ഞാൻ ലുങ്ക് വ്യാപാരം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് നല്ല രീതിയിൽ ലാഭകരമായി മുന്നോട്ട് പോകുന്നു. ഞാൻ നേരിൽ നിന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. എനിക്കത് ഭാവി ജീവിതത്തിൽ പ്രകാശമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഉടനെ അദ്ദേഹം മുറിയിൽ നിന്നും ഒരു കത്തെടുത്ത് എന്നെ കാണിച്ച് അത് വായിച്ചു നോക്കുവാനായി പറഞ്ഞു. എനിക്കത് അതിശയകരമായിരുന്നു. എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസം, ബിരുദം ഇവകളില്ലാത്തതിനാൽ ഓഫീസ് നിയമപ്രകാരം സ്ഥാനക്കയറ്റം ലഭിക്കുകയില്ല. ആയതിനാൽ എനിക്കുള്ള വിദ്യാഭ്യാസക്കുറവിനുള്ള തടസ്സം നീക്കുവാനുള്ള ഉത്തരവായിരുന്നു അത്. ഡൽഹി ഓഡിറ്റർ ജനറലിന്റെ പക്കൽ നിന്നും എനിക്ക് മാത്രമായി പ്രത്യേക ശുപാർശ ചെയ്ത് വാങ്ങിച്ചതാണ് ആ ഉത്തരവ്. കൂടാതെ സ്ഥാനക്കയറ്റം നൽകുവാനും ആയത് സ്ഥായിയായതുമാണെന്നും ആ ഉത്തരവിലുണ്ടായിരുന്നു. ഓഫീസർ പറഞ്ഞു, വേദാതിരി, നീ ഈ കാര്യാലയത്തിലുള്ള എല്ലാ സൂപ്രണ്ടുമാരുടെയും ജനപ്രീതി നേടിയിരിക്കുന്നു. അതിന്റെ ഫലമായി നിനക്ക് വിദ്യാഭ്യാസമില്ലെന്ന തടസ്സം നീക്കി ഉത്തരവായിരിക്കുന്നു. ഇനി നിനക്ക് എത്ര വേണമെങ്കിലും നിന്റെ പരിശ്രമത്താൽ ഉയരാം. രാജിക്കത്ത് തിരിച്ചു വാങ്ങിച്ചുകൊള്ളൂ എന്ന് വളരെ സ്നേഹത്തോട് പറഞ്ഞു. എന്റെയോ മാറ്റാൻ സാധിക്കാത്ത തീരുമാനം, ഉറച്ച തീരുമാനം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. നിനക്കെന്തോ മാനസികത ശരിയല്ല, 2 ആഴ്ചകൾ കഴിഞ്ഞ് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. എൻ്റെ കത്തിൻ്റെ പുറത്ത് പ്ലീസ് പുട്ടപ്പോൺ 22/46 എന്ന് അദ്ദേഹം എഴുതി. 1946 ഫെബ്രുവരി മാസം 2-ാം തീയതി അയക്കുവാനായി അദ്ദേഹം എഴുതി. ഞാൻ എൻ്റെ ഇരിപ്പിടത്തിലെത്തി. ശേഷം ആ ഫയൽ എൻ്റെ പ്രഖ്യാപനത്തിനായി വന്നു. നോട്ടഡ് എന്നെഴുതി ഞാൻ കയ്യൊപ്പിട്ടു. വൈകിട്ട് സമയം 3. റെക്കോർഡ് സെക്ഷൻ സൂപ്പർവൈസറിനോട് അനുമതി വാങ്ങിച്ച് ഞാൻ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇതിനുള്ളിൽ എൻ്റെ രാജിവാർത്ത ഓഫീസിലെല്ലാം പരസ്യമായി. എല്ലാവരും അന്വേഷിക്കുവാൻ ആരംഭിച്ചു.
എനിക്ക് വളരെ സങ്കടകരമായി. ചെറിയ കുഴപ്പം മൂലം താങ്കൾ ജോലി രാജിവെച്ചു. ഞങ്ങൾ ഞങ്ങളുടെ മേലധികാരികളുടെ എത്രമാത്രം പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് ജോലി നോക്കുന്നുവെന്ന് ചില സ്നേഹമുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു. ഉടനെ ഞാനൊരു പേപ്പർ എടുത്തു. അറിവിനാൽ സീരൂട്ടി ചെയ്ത് അധികാരപ്രയോഗത്തിൻ നെരിയിனை ഉണറാമാന്തർ നിർവാകം செய்துபோது முறிவிலா முறைப்பழங்கி முன்விதி நினைத்து மக்கள் കരിയിലാ ഉണവൈ കൊള്ളും കരുത്തൊക്ക വാഴ്കിൻ്ററോ എന്ന് ഞാൻ എഴുതി നൽകി. അധികാര നിയമങ്ങൾ ബുദ്ധിശാലികളാൽ നിർമ്മിക്കപ്പെടുന്നു. അവ അറിവില്ലാത്തവർ പ്രവർത്തിക്കുമ്പോൾ അതിന് ബലിയാകുന്നവർ ദുഃഖിച്ചേ മതിയാകൂ. ബന്ധങ്ങൾ അവസാനിപ്പിച്ചു പോയാൽ എങ്ങനെ ജീവിക്കാൻ കഴിയും? ഈ അവസ്ഥയിൽ കറിയില്ലാത്തപ്പോഴും വിശപ്പിന്റെ ക്രൂരത മാറുവാൻ വെറും ചോറുണ്ടെന്നതുപോലെ അറിവില്ലാത്തവരുടെ കീഴിൽ ജോലി നോക്കുന്നവർ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. അറിവിൻ താണനിലയിലുള്ളവർ ചിലർ സാഹചര്യങ്ങൾ മൂലം അധികാരത്തിലെത്തിച്ചേരുന്നു. അപ്രകാരമുള്ള അധികാരം തങ്ങളുടെ സ്വന്തം സ്വത്താണെന്ന് കരുതി അവരുടെ കീഴിൽ ജോലി നോക്കുന്ന കീഴ്ജീവനക്കാർക്ക് അവർ നൽകുന്ന പീഡനങ്ങൾ പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള പീഡനങ്ങളോടുകൂടി മാത്രം അവർക്ക് നിർത്താൻ സാധിക്കുമോ? തൻ്റെ കീഴിൽ ജോലിയെടുക്കുന്നവരുടെ രഹസ്യ റെക്കോർഡും അവർ കളങ്കപ്പെടുത്തുന്നു. അവരുടെ സ്ഥാനക്കയറ്റത്തിനെയും വാർഷിക ഇൻക്രിമെന്റിനെയും ബാധിക്കുന്ന തരത്തിൽ അവരുടെ മോശം പ്രവൃത്തികൾ അധികരിക്കുന്നു. അവർ ചെയ്യുന്ന പാപം പിൽക്കാലത്തിൽ അവരെ തന്നെ ബാധിക്കും. അതിനുശേഷമോ ഇവരൊക്കെ നേരെയാവുകയുള്ളൂ എന്ന് വിവരിച്ച ശേഷം ഞാൻ എഴുമ്പൂർ തപാൽ നിലയത്തിലേക്ക് പോയി. ഒരു പോസ്റ്റൽ കാർഡ് വാങ്ങിച്ച് ഓഫീസിലേക്ക് ഞാനൊരു കത്തെഴുതി. അന്നു മുതൽ 22/46 വരെ അവധിക്കുള്ള അപേക്ഷ സംബന്ധിച്ചതാണ് ആ കാർഡ്. ഞാൻ അടുത്ത ദിവസം ഓഫീസിലേക്ക് പോയില്ല. ഓഫീസർക്ക് സങ്കടകരമായി. രാജിക്കത്തിന് പുറമെ അവധി അപേക്ഷ തന്നാൽ എന്തു ചെയ്യും? വേറെ മാർഗമില്ലാതെ രാജിക്കത്ത് അന്നേ ദിവസം തന്നെ സ്വീകരിച്ചതായി എനിക്കൊരു മറുപടി ലഭിച്ചു.